നാലാമത്തെ നോമ്പിൻ്റെ നോമ്പുകാരുടെ കുറച്ച് വിശേഷങ്ങളായിട്ടിട്ടാണ് ഞാൻ വന്നുള്ളത്. അപ്പം ഇന്ന് പയർ കറി ഉണ്ടാക്കുന്നത്. പയർ കറിയിലേക്ക് ഒരു സവാള 2-3 ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നു. അതും നുറുക്കിയിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടോ. അത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ മുന്തിരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടോ. അപ്പം പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്ത് പിന്നെ അതാണ്ട് വറവിട്ട് എടുത്തിട്ടോ. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് കറി ഉണ്ടാക്കുന്നത് നൂൽപുട്ട് തന്നെയാണ്. ഇവിടെ പത്തിരി നൂൽപുട്ട് അങ്ങനെയൊക്കെ അത് രണ്ടാണ് മാറി മാറി നോമ്പായി ഉണ്ടാക്കട്ടെ. അതാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നാളെ ദോശ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ഇനി കുട്ടികൾ സമ്മതിക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ വലിയ നോമ്പറക്കേണ്ട സമയമൊക്കെ ആയിട്ടോ. അപ്പം മുന്തിരി ജ്യൂസും മാംഗോ ജ്യൂസും അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ചക്കരമത്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കണ നേരത്ത് വെള്ളം കുടിച്ചിട്ടാട്ടോ നോമ്പ് തുറന്നത്. പിന്നെ എനിക്ക് നോമ്പ് തുറന്നിട്ട് ജ്യൂസ് കുടിക്കണേക്കാളും മുന്നേ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടണം, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞേക്ക് കുട്ടികൾ പയർ കറി നൂൽപുട്ടൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ.